തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 167 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ പൗലോസ് അന്ത്യോക്യയിൽ അതിസുന്ദരമായ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 13-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു. നമ്മൾ 33-ാം വാക്യം ഒന്ന് കേൾക്കാം. പിതാക്കന്മാർക്കു നൽകിയിരുന്ന വാഗ്ദാനം യേശുവിനെ ഉയിർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായ നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ, നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. വിശുദ്ധ പൗലോസ് ഈ ഒരു വാക്യത്തിൽ 2 പ്രയോഗങ്ങൾ പ്രത്യേകം നടത്തുന്നത് ശ്രദ്ധിക്കുക. പിതാവായ ദൈവം എന്തു ചെയ്തു? യേശുവിനെ ഉയിർപ്പിച്ചു. അപ്പോൾ ഉയിർപ്പിച്ചു അത് നിങ്ങൾക്കറിയാം, എഗെയ്റോ, ഇതാണ് അവിടുത്തെ ക്രിയാപദം. അത് നമ്മൾ പണ്ടൊരിക്കൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ സംഭവത്തെ വിശേഷിപ്പിക്കാനായി പൗലോസ് 2-ാം സങ്കീർത്തനത്തിലെ 7-ാം വാക്യം ഉദ്ധരിച്ചിരിക്കുന്നു. അതിൻ്റെ ക്രിയാപദവും ശ്രദ്ധേയമാണ്. ഗന്നാവോ, അതാണ് ജനിപ്പിച്ചു. നോക്കൂ, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. അപ്പോൾ ജനിപ്പിച്ചു, ഗന്നാവോ. ഈ ഒരു സങ്കീർത്തന വാക്യം 2-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ഇതാണെന്ന് വ്യക്തമാണ്. അതിൻ്റെ ഹീബ്രു മൂലം വളരെ സുന്ദരമാണ്. നമുക്ക് ബർത്ത്ഡേ സോങ് ആയിട്ട് പാടാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പാടില്ലേ, അതിനുശേഷമോ അതിനു മുൻപോ നമുക്ക് പാടാവുന്നതാണ്. ബനി അത്ത അനി ഹയ്യോം ഇലത്തീക ബനി അത്ത അനി ഹയ്യോം ഇലത്തീക. മലയാളത്തിലും അത് നന്നായിട്ട് പാടാൻ കഴിയും. നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്കു ജന്മം നൽകി. നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ സോങ് ആണത്. എന്തുമാവട്ടെ, ഇവിടെ ഈ പുത്രന് ജന്മം നൽകിയ സംഭവത്തെ ഏതുമായിട്ടാണ് പൗലോസ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഈശോയെ പിതാവായ ദൈവം ഉയിർപ്പിച്ച സംഭവമായിട്ടാണ്. അതുകൊണ്ട് അദ്ദേഹം സപ്തതിയിൽ നിന്ന് ഉദ്ധരിച്ചു, ഗ്രീക്ക് ഭാഷ്യത്തിൽ നിന്ന് ഉദ്ധരിച്ചു. ഹുയോസ് മൂ എയ്സു യു ആർ മൈ സൺ, ഏഗോ ഹെമറോൺ ഏഗോ സെമറോൺ, ഇന്ന് ഞാൻ ഏഗോ സെമറോൺ ഗഗന്നക സേ, നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. ഗന്നാവോ എന്നതാണ് ക്രിയാപദം. രസകരമായ കാര്യം, ഈ സങ്കീർത്തനം തന്നെ ഗ്രീക്ക് ഭാഷയിൽ മറ്റൊരിടത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഹെബ്രായ ലേഖനത്തിലാണ്. 1-ാം അധ്യായം 5-ാം വാക്യത്തിലാണ്. ഏതു ദൂതനോടാണ് നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൈവം അരുൾ ചെയ്തിട്ടുള്ളത്? പശ്ചാത്തലം എന്താണെന്നറിയാവോ? പശ്ചാത്തലം വളരെ വ്യക്തമാണ്. മനുഷ്യാവതാരത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അതായത് ത്രിയേക ദൈവത്തിലെ 2-ാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ വചനം മനുഷ്യനായി അവതരിച്ച സംഭവത്തെ. അതുകൊണ്ട് കൃത്യമായും 6-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, വീണ്ടും തൻ്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോൾ പ്രിയപ്പെട്ടവരെ,
ഈശോയുടെ ജനനത്തെ സൂചിപ്പിക്കാൻ ഹെബ്രായ ലേഖനകർത്താവ് ഇതേ സങ്കീർത്തന ശകലം ഉപയോഗിച്ചിരിക്കുന്നു. അതാണ് കൗതുകകരം. ഈശോയുടെ ജനനത്തെ സൂചിപ്പിക്കാൻ നീ എൻ്റെ പുത്രനാണ്, എന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്ന 2-ാം സങ്കീർത്തനം 7-ാം ശകലം ഉദ്ധരിച്ചു ഹെബ്രായ ലേഖനകർത്താവ്. ഇനി വിശുദ്ധ പൗലോസാകട്ടെ ഈശോയുടെ ഉയിർപ്പ് വിശേഷിപ്പിക്കാൻ നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി എന്ന 2-ാം സങ്കീർത്തനം 7-ാം വാക്യം, അവിടെ ഈശോയെ പിതാവ് ഉയർപ്പിച്ചു എന്ന സത്യം വിശദീകരിക്കാനായി ഇത് ഉദ്ധരിച്ചിരിക്കുന്നു. എത്ര സുന്ദരമാണ്! പിതാവ് പുത്രന് ജന്മം നൽകി പല വിധത്തിൽ. അത് മനുഷ്യാവതാരത്തിലൂടെ ആവട്ടെ, അത് ഉത്ഥാനത്തിലൂടെ ആവട്ടെ, അത് ഈശോയുടെ മരണനേരത്താവട്ടെ. അവിടെ നമ്മൾ കാണുന്നുണ്ട് ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്നാണ് സഹസ്രാധിപൻ പറയുന്നത്, ശതാധിപൻ പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരങ്ങനെ പിതാവിൻ്റെ ആ പുത്രനോടുള്ള സ്നേഹത്തിൻ്റെ ജനിപ്പിക്കുന്ന പ്രക്രിയ, അത് പല കാര്യങ്ങളിലൂടെ ഈശോയുടെ ജീവിതത്തിൽ ആ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് പലരും സൂചിപ്പിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. പ്രത്യേകിച്ച് ഉയിർപ്പിനെ സൂചിപ്പിക്കാൻ പൗലോസ് അപ്പസ്തോലൻ ഗന്നാവോ പ്രയോഗം 2-ാം സങ്കീർത്തനം 7-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം. വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം